ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ ആശങ്കകളെക്കുറിച്ച് ലോക്സഭയിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026 ധനകാര്യ ബിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാന് അനുവദിച്ച സമയപരിധി 5 ദിവസത്തേക്ക് കൂടി നീട്ടിയതായി US പ്രസിഡന്റ്. US-ഉമായി ചർച്ച നടത്താനുള്ള സാധ്യത തള്ളി ഇറാൻ. രാജ്യത്ത് ഗാർഹിക ഗതാഗത ആവശ്യങ്ങൾക്കുള്ള പ്രകൃതിവാതക വിതരണം 100% തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിച്ചു. സൂക്ഷ്മ പരിശോധന നാളെ. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ മുഹമ്മദൻ SC മത്സരം. വാർത്തകൾ വിശദമായി. 2026 ധനകാര്യ ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബിൽ സഭയിൽ അവതരിപ്പിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ധനാഭ്യർത്ഥനകൾ പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ് ബില്ലിന്റെ ലക്ഷ്യം. 2026 കോർപ്പറേറ്റ് നിയമ ഭേദഗതി ബിൽ കൂടുതൽ പരിശോധനയ്ക്കായി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടു. അതേസമയം നടപടികൾ പൂർത്തിയാക്കി രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ടെങ്കിലും രാജ്യത്ത് ഇന്ധന പ്രതിസന്ധിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ചും വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിനെക്കുറിച്ചും ലോക്സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് നിലവിൽ 5.3 ദശലക്ഷം മെട്രിക് ടണ്ണിലധികം പെട്രോളിയം കരുതൽ ശേഖരമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കൂടാതെ 6.5 മെട്രിക് ടൺ അധിക സംഭരണത്തിനുള്ള ക്രമീകരണങ്ങളും നടത്തിവരികയാണ്. വിവിധ രാജ്യങ്ങളിലെ വിതരണക്കാരുമായി സർക്കാർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും ലഭ്യമായ സ്രോതസ്സുകളിൽ നിന്നെല്ലാം എണ്ണവാതക വിതരണം ഉറപ്പാക്കാനാണ് ശ്രമമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आज भारत के पास 53 लाख मीट्रिक टन से अधिक का स्ट्रेटेजिक पेट्रोलियम रिजर्व है और 65 लाख मीट्रिक टन से अधिक के रिजर्व की व्यवस्था पर देश काम कर रहा है. सरकार अलग अलग देशों के सप्लायर्स के साथ भी लगातार संपर्क में है. प्रयास ये है कि जहां से संभव हो वहां से तेल और गैस की सप्लाई होती रहे. പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ഇസ്രയേൽ ഇറാനിൽ ആക്രമണ പരമ്പരകൾ നടത്തി. ഇത് ആഗോള ഊർജ്ജ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്ന തരത്തിൽ സംഘർഷം കൂടുതൽ തീവ്രമാക്കിയിരിക്കുകയാണ്. ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നതിനനുസരിച്ച് ടെഹ്റാനിലെ പല ഭാഗങ്ങളിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തങ്ങളുടെ വ്യോമാതിർത്തിയിലേക്ക് വന്ന മിസൈലുകളും ഡ്രോണുകളും തടഞ്ഞതായി സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും സ്ഥിരീകരിച്ചു. സംഘർഷം 4ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ മേഖലയിലുടനീളം കുറഞ്ഞത് 40 എണ്ണവാതക കേന്ദ്രങ്ങൾക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി മേധാവി ഫാത്തി ബിറോൾ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ അനുവദിച്ച സമയപരിധി 5 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ നടത്താനിരുന്ന ആക്രമണങ്ങൾ 5 ദിവസത്തേക്ക് നിർത്തിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാൻ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചകൾ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും എന്നാൽ ആക്രമണ ഭീഷണി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് നിലവിൽ നടക്കുന്ന ചർച്ചകളുടെ വിജയത്തെ ആശ്രയിച്ചിരിക്കുമെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. അതേസമയം US-ഉമായി ചർച്ച നടത്താനുള്ള സാധ്യത തള്ളി ഇറാൻ. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ എല്ലാ എണ്ണ ശുദ്ധീകരണശാലകളും പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഗാർഹിക ഗതാഗത ആവശ്യങ്ങൾക്കുള്ള പ്രകൃതിവാതക വിതരണം 100% തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ യോഗത്തിൽ സംസാരിക്കവെ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. നിലവിൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG ശേഖരത്തിന്റെ 50% സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ക്യാന്റീനുകൾ തുടങ്ങിയവയ്ക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ ഗ്യാസ് നൽകും. നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ മേഖലയിലുള്ള 22 കപ്പലുകളും 600 ഇന്ത്യൻ കപ്പൽ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് തുറമുഖ കപ്പൽ ഗതാഗത ജലപാത മന്ത്രാലയ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ അറിയിച്ചു.
സമുദ്രമേഖലയിൽ ഇതുവരെ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 22 भारतीय जहाज और उस पे 600 भारतीय नाविक सभी सुरक्षित हैं. कोई भी मैरीटाइम इंसिडेंट की सूचना नहीं है. डीजी शिपिंग शिप ओनर्स के साथ, आरपीएसएल एजेंसी के साथ और इंडियन मिशंस के साथ लगातार कोऑर्डिनेट किए हैं और सी फेरर्स को रिपैट्रिएट करने के लिए वहां से प्रयत्न भी कर रही है. നിലവിലുള്ള പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജർമ്മൻ വിദേശകാര്യമന്ത്രിയുമായി ടെലിഫോണിൽ സംസാരിച്ചു. വിഷയത്തിൽ ഇരുപക്ഷവും നിരന്തരം സമ്പർക്കം പുലർത്താൻ ധാരണയായതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. വിദേശകാര്യ സെക്രട്ടറി പി കുമാരൻ കംബോഡിയൻ ഉപപ്രധാനമന്ത്രി പാക് സോഖോണുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും കംബോഡിയയും തമ്മിലുള്ള ബഹുമുഖ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ചർച്ച നടന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം സമൂഹമാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചു. വൈകിട്ട് 3 മണിവരെയാണ് പത്രിക സമർപ്പിക്കാൻ സമയം അനുവദിച്ചിരുന്നത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. ആദ്യ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ആകെ 676 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഈ സ്ഥാനാർത്ഥികളുടേതായി 1181 പത്രികകൾ ലഭിച്ചിട്ടുണ്ട്. വെബ്സൈറ്റിലെ അപ്ലോഡിംഗ് പൂർത്തിയാകുമ്പോഴാകും അന്തിമ കണക്കുകൾ ലഭിക്കുക. ഇന്ന് വൈകിട്ട് 3 മണിവരെയായിരുന്നു പത്രിക സമർപ്പിക്കാൻ അവസരമുണ്ടായിരുന്നത്. ആദ്യ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ള മണ്ണാർക്കാട് 12ഉം കളമശ്ശേരിയിലും ബേപ്പൂരും 11 വീതവും സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയിട്ടുള്ളത്. നാളെ രാവിലെ സൂക്ഷ്മ പരിശോധന നടക്കും. അതിനുശേഷം വ്യാഴാഴ്ച പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കുന്നതോടെ മത്സര രംഗത്തുള്ളവരുടെ അന്തിമ ചിത്രവും വ്യക്തമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മാധ്യമപ്രവർത്തകർക്കായി തയ്യാറാക്കിയ വോട്ടറിവ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നാൾവഴികൾ കൈപ്പുസ്തകം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോസിറ്റീവായ വാർത്തകൾ ജനങ്ങളിലെത്തിക്കാൻ മാധ്യമപ്രവർത്തകർ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി, PIB ഡെപ്യൂട്ടി ഡയറക്ടർ ആതിര തമ്പി എന്നിവർ സന്നിഹിതരായിരുന്നു. ISL ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ മുഹമ്മദൻ SC മത്സരം ആരംഭിച്ചു. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഈ മാസം 26 വരെ പകൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൈനീസ് കറൻസിയിൽ പണം അടച്ചതിനെ തുടർന്ന് ഇന്ത്യൻ എണ്ണക്കപ്പലിനെ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുവദിച്ചെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. ഇത്തരം അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് PIB പൌരന്മാർക്ക് നിർദ്ദേശം നൽകി. സാങ്കേതിക വിദ്യയുടെ ജനാധിപത്യവൽക്കരണത്തിനായുള്ള ശ്രമങ്ങൾ രാജ്യത്തെ ടെലിവിഷൻ കാഴ്ച അനുഭവത്തെ മാറ്റിമറിച്ചതായും ഉയർന്ന നിലവാരമുള്ള വിനോദ പരിപാടികൾ ലഭ്യമാക്കിയതായും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ ദേശീയ AI സ്കില്ലിംഗ് ഇനിഷ്യേറ്റീവ് മൈ വേവ്സ്, ഇൻബിൽറ്റ് TV ട്യൂണർ, അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് പ്രോഗ്രാം ഗൈഡ് എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒരു കാലത്ത് വലിയ സെറ്റ് ടോപ്പ് ബോക്സുകളിൽ ലഭ്യമായിരുന്ന സേവനങ്ങൾ ഇന്ന് ഇൻബിൽറ്റ് TV കാർഡുകളിലൂടെ ആധുനിക ടെലിവിഷൻ സെറ്റുകളിൽ സാധ്യമായതായും മന്ത്രി സൂചിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ ആശങ്കകളെക്കുറിച്ച് ലോക്സഭയിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026 ധനകാര്യ ബിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ അനുവദിച്ച സമയപരിധി 5 ദിവസത്തേക്ക് കൂടി നീട്ടിയതായി US പ്രസിഡന്റ്. US-ഉമായി ചർച്ച നടത്താനുള്ള സാധ്യത തള്ളി ഇറാൻ. രാജ്യത്ത് ഗാർഹിക ഗതാഗത ആവശ്യങ്ങൾക്കുള്ള പ്രകൃതിവാതക വിതരണം 100% തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിച്ചു. സൂക്ഷ്മ പരിശോധന നാളെ. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ മുഹമ്മദൻ SC മത്സരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.